പ്രിയ പാഷൻ റിലാക്സേഷനിൽ ഈ വീഡിയോ ദുബായ് ഡെസേർട്ട് സഫാരിയെക്കുറിച്ചുള്ളതാണ്. ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. ഇത്തിരി ക്ലൗഡിയൊക്കെയാണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ മഴ പെയ്യുമോ എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലബ് ചെയ്തിട്ടുള്ളൊരു വെഹിക്കിളാണ് നമ്മൾ വെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുവരെയും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവരെ പിക്ക് ചെയ്തിട്ട് വേണം യാത്ര മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയുടെ ആ നിറയെ ബിൽഡിങ്സുള്ള ആ സീനൊക്കെ മാറി മെല്ലെ മെല്ലെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ബിൽഡിങ്സൊക്കെയാണ് കാണാൻ തുടങ്ങുന്നത്. ചെറിയ ചെറിയ മണൽ പരപ്പുകൾ, അതിനിടയിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണിത്. 1 മണിക്കൂറിൽ മേലെ യാത്ര ചെയ്തിട്ട് വേണം ഡെസേർട്ടിലെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വഴിയിലുള്ള ആ ചേഞ്ചസ്, അതായത് വലിയ സിറ്റിയിൽ നിന്നുള്ള പിന്നെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ബിൽഡിങ്സ്, പിന്നെ ചെറിയ ചെറിയ ഫാംസ് ഓൺ ദ വേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ചേഞ്ച് ഇതൊരു ചെറിയ ഫാമാണെന്ന് തോന്നുന്നു. സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ പുതിന ആൻഡ് മല്ലി അതൊക്കെ വളർത്തുന്നൊരു ഫാമാണതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇപ്പോൾ കണ്ടല്ലോ, ഗ്രീൻ ഷീൽഡൊക്കെ ഇട്ടിട്ടുള്ള ഗ്രീൻ ഹൗസൊക്കെ ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഫെൻസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രീയുടെ പാറ്റേണിലുള്ള ഒരു ഫെൻസിങ് ആയിട്ട് ആണ് കണ്ടത്. ഓൺ ദ വേ ഇങ്ങനെ കുറേ ഇങ്ങനെ ഫെൻസിങ്ങൊക്കെ ആക്കിയിട്ടുള്ള ചെറിയ ചെറിയ ഫാംസ് ആണെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ കുറേ കണ്ടു. ഇവിടെ ഒരു സ്ഥലത്ത് വെഹിക്കിൾ നിർത്തിയിട്ട് എയർ കളഞ്ഞു, എയർ റെഡ്യൂസ് ചെയ്തു. ഇനിയിപ്പോൾ ശരിക്കുള്ള അൺഈവൺ ലാൻഡിലെ കൂടെയാണ് പോകേണ്ടത്, സാൻഡിലെ കൂടെ പോകേണ്ടതുകൊണ്ട് ആ ടയറിലുള്ള എയറൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ മണലാരണ്യത്തിലെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ അടുത്ത് കണ്ട പൃഥ്വിരാജിൻ്റെ മൂവിയിലെ ചില സീൻസൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു കാറ് തിരിച്ചിങ്ങോട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ബാക്കി അങ്ങോട്ട് നോക്കുമ്പോൾ നിറയെ മണലാണ്, പരന്ന് കിടക്കണ മണൽ. നമ്മൾ മണൽ കൂനകളിലെ കൂടെ ബൗൺസ് ചെയ്ത് ജമ്പ് ചെയ്ത് പോയി തുടങ്ങിയിട്ടുണ്ട്. ചിലയിടത്ത് ഞാൻ ഒറിജിനൽ വോയിസ്, ആ എക്സൈറ്റ്മെൻറ്റും ഒക്കെയുള്ള വോയിസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. ക്യാമലൊക്കെ ക്രോസ് ചെയ്ത് പോയി. അതിനിടയിൽ ഏതോ ക്യാമ്പിലേക്ക് പോകുന്ന ക്യാമൽസ് ആണെന്നാണ് തോന്നുന്നത്. അത് ദൂരെ ഇതൊരു ക്യാമ്പാണ്. ഇങ്ങനെ പല ക്യാമ്പ്സ്, ഹൺഡ്രഡ്സ് ഓഫ് ക്യാമ്പ്സ് ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. ഓരോ ട്രാവൽ ഏജൻസിയുടെ വക ഓരോ ക്യാമ്പാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ വെഹിക്കിൾസ് എല്ലാം ഒന്നിച്ച് അവിടെ ജോയിൻ ചെയ്തിട്ടാണ് വൈകിട്ടത്തേക്കുള്ള പ്രോഗ്രാംസും ഫുഡ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നടത്തുന്നത്. ആ സ്പെസിഫിക് ട്രാവലിൻ്റെ വെഹിക്കിൾസ് മുഴുവൻ അവിടെയാണ്. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യരുത് എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഉള്ളത്. മഴ നമ്മളെ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. നമ്മളൊരു ചെറിയൊരു ഹോൾപ്പിംഗ് പോയിന്റിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ക്യാമൽ റൈഡ്, അതുപോലെ ബൈക്ക്, ഡെസേർട്ട് ബൈക്ക് റൈഡ്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ആക്ച്വലി ക്യാമൽ റൈഡിന് വേണ്ടിയിട്ട് ഒരു വലിയ ക്യൂ തന്നെയായിരുന്നു. 5 ക്യാമൽസാണ് ഉള്ളത്. ഒരു ക്യാമലിൻ്റെ മേലെ 2 പേർക്ക് കയറാം. ഇത് കാണുന്നുണ്ടല്ലോ, ഒരു ചെയറൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ മേലെ കയറ്റുന്നത്. അവർ ചെയറൊക്കെ വെച്ച് കയറ്റി പിന്നെ ഇവരിങ്ങനെ ലൈനായിട്ട് തമ്മിൽ കെട്ടിയിട്ടുണ്ട് ഈ ക്യാമൽസിനെ. അപ്പോൾ ആ ഒരു ലൈനായിട്ട് ഒരു ചെറിയ റൗണ്ട് എടുത്തിട്ട് നമ്മൾ തിരിച്ചിറക്കും. അല്ല, വലിയ ലോങ് ആയിട്ടുള്ള റൈഡ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സിംഗിൾ ക്യാമലാണ് നമ്മളെ വലിയ ലോങ് റൈഡിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. മറ്റേ സൈഡിലാണെങ്കിൽ ഈ ബൈക്കാണ്. ബൈക്ക്, ഡെസേർട്ട് ബൈക്സ് അത് ഒരുപാട് ഇഷ്ടം പോലെയുണ്ട്. അതും റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി അവിടെയുണ്ട്.
ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിനിടയിൽ ഇതാ സ്കൈ നോക്കുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടു. അതിൻ്റെ ഇതെനിക്ക് ക്യാപ്ചർ ചെയ്തിരിക്കാൻ പറ്റിയില്ല. നല്ല ഇത്തിരി ക്ലൗഡിയാണ്, പക്ഷേ സണ്ണി കൂടിയാണ്. അങ്ങനെയായിട്ട് നമ്മൾ മഴയൊന്നും നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല. ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഡൗട്ട് ഉണ്ടായിരുന്നു മഴ പെയ്യുമോ എന്നുള്ള. മഴയൊന്നും വന്നതേ ഇല്ല. ഇതാ ക്യാമൽ തിരിച്ചു വന്നു, ഒരു റൗണ്ട് വന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്നിനായിട്ട് ഇങ്ങനെ ഇരുത്തും. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുക. നേരെ ബാരി കബ് ആയേക്കാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ചാൻസ് വന്നു. ഞങ്ങൾ കയറി ഇരുന്നിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാമൽ ഏറ്റവും പിറകിലുള്ള ക്യാമലായിരുന്നു. അപ്പോൾ ആ ക്യാമലാണെങ്കിൽ മറ്റേതിൻ്റെ അടുത്തോട്ട് മുന്നോട്ട് ഇങ്ങനെ കയറി നടക്കുമായിരുന്നു. ഒരു ഓവർ എന്തൂസിയാസ്റ്റിക് ക്യാമലായിരുന്നു അതെന്ന് തോന്നുന്നു. പിന്നെ അവിടെ കണ്ടത് ഇതുപോലത്തുള്ള ഈഗിൾസ് ടൈപ്പ് ഫാൽക്കൺസ് ആണ് പറയുന്നത്. അതിനെ വെച്ചിട്ട് നമ്മുടെ തലയിലും കയ്യിലൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ, പോസ് ചെയ്ത് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി അവിടെയുണ്ട്. ഈ ക്യാമ്പ് ആക്ച്വലി നമുക്കിതായി ഈ കുട്ടി ഇട്ടിട്ടിരിക്കുന്ന പോലെ അറബിക് ഡ്രസ്സസ് ജെൻസിനായാലും ലേഡീസിനായാലുള്ള ഡ്രസ്സസ് അവിടെ അവൈലബിൾ ആണ്. അവിടെ നമുക്കത് വാങ്ങിച്ചിട്ട് അതിന് കണക്കായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ അവിടെയുണ്ട്. മെയിൻലി എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ബൈക്സ് റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിറയെ മണലിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൂക്കും കണ്ണൊക്കെ ഒന്ന് ചുറ്റി വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. അതാണ് ആ ഡ്രസ്സിൻ്റെ പ്രത്യേകത. ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്നല്ല, ഡ്രസ്സിൻ്റെ നീഡ് അതാണ് ശരിക്കും പറഞ്ഞാൽ. That's a steep one. Wow! Wow! Good. You like it? Yeah. Nice.
ഒരു കൈ കൊണ്ട് ടൈറ്റിൽ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് റെക്കോർഡിങ് അത്ര നന്നായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ആക്ച്വലി നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓരോ ജമ്പും ഓരോ പിന്നെ സാൻഡ് ഡ്യൂമിലേക്കൂടി ജമ്പ് ചെയ്തിട്ടുള്ള യാത്ര നല്ലതായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. അവൻ അത്ര വരെ സൈലൻ്റായിരിക്കുമായിരുന്നു. പക്ഷേ കാറ് ഓരോ സ്ഥലത്ത് നിന്ന് ജമ്പ് ചെയ്ത് പോകുമ്പോഴേക്കും അവൻ നല്ല ആക്റ്റീവായി എക്സൈറ്റഡ് ആയിട്ട് കണ്ടു. ഞങ്ങളങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. ഇതവിടെ വെൽക്കമിങ് ഡ്രിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. സീറ്റ്സും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പെർട്ടിക്കുലർ ട്രാവൽ ഏജൻസിയുടെ ഒരു ക്യാമ്പാണ്. അവരുടെ എല്ലാ വെഹിക്കിളും അവിടെ എത്തി എല്ലാ ആൾക്കാരും കൂടെ അവിടെയാണ് ഈവനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് എൻജോയ് ചെയ്യുന്നത്. കംപ്ലീറ്റ് മജ്ലിസുകളാണ്. അവിടെ പല തരത്തിലുള്ള ഫുഡ് ലേ ഔട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇത്തിരി ഇങ്ങനെ ലൈറ്റ് ഡൗണായി വരുന്നേ ഉള്ളൂ, സന്ധ്യയായി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും ഇത്തിരി ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ സന്ധ്യ ഇരുട്ട് തുടങ്ങിക്കുന്നതോടുകൂടിയാണെന്ന് തോന്നുന്നു ഇവരുടെ പ്രോഗ്രാം തുടങ്ങുക. കംപ്ലീറ്റ്ലി വെൽ ലിറ്റ് ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു ഷീഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. ഷീഷ കോർണർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഇതാണ് ഷീഷ. ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു പിക്ചർ, ഫുള്ളായിട്ടുള്ളൊരു പിക്ചർ ഞാൻ സൈഡിൽ ഇട്ടേക്കാം. അതിൽ ഒരു ഫ്ലേവറിലുള്ള ഇത് അവർ അതിനകത്ത് ഇടും. ഇതാ ഇതിന് അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഇത് എന്താണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കനൽ കൊണ്ടിടും. എന്നിട്ട് ഇന്നൊരു അടപ്പ് വെച്ചിട്ട് അത് അടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തേ കൂടെ ഒരു ട്യൂബ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വലിക്കുക. ഇതാ ഇയാളിപ്പോൾ അതിൻ്റെ ഫ്ലേവർ സാധനം വെച്ചു. അതിൻ്റെ മേലെ ഇതാ കനൽ കൊണ്ട് വെക്കുകയാണ്. ഓരോ സ്ഥലത്തും ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ. ഇത് കോമൺ ആയിട്ടുള്ള ഒരു സിംഗിൾ ഫ്ലേവറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. മൗത്ത് പീസായിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് ഒരു നോബ് പോലത്തെ സാധനമുണ്ട്. അത് ഓരോരാൾ സെപ്പറേറ്റ് എടുത്തിട്ട് യൂസ് ചെയ്യുക. ഇവിടെ ഒരു ഹെന്ന കോർണറും ഉണ്ട്. ഞാൻ അവിടെ മെല്ലെ ഹെന്ന ഇടാന്ന് വെച്ചിട്ട് പോയി, പക്ഷേ അവിടെ വലിയ ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഹെന്നയൊന്നും ഇടാതെ തിരിച്ചു വന്നു. ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ പാക്കേജിൻ്റെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് ഇവിടെയുള്ള ആക്ടിവിറ്റീസൊക്കെ. The facilities that we have lined up to ensure utmost comfort and safety of the desert expedition, such as mosque, bonfire with plates, sound materials, VIP materials for the air cushions, and celebratory facilities for men and women. Moreover, to enrich your desert safari experience, എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ബെല്ലി ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹോൾഡ് യുവർ ബ്രെത്ത് ആൻഡ് എൻജോയ്.
അറബിക് ഡാൻസസിൽ ഫേമസ് ആയിട്ടുള്ള തന്നൂറ ഡാൻസാണിത്. അവരുടെ ഡ്രസ്സിൽ നിറയെ ലൈറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ 2 ലെയറൊക്കെ ഉണ്ടാവും ഡ്രസ്സ്. അത് ആ റൊട്ടേഷൻ ഇടയിൽ തന്നെ അവരത് റിമൂവ് ചെയ്യും, ഫോൾഡ് ചെയ്യും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഇയാളുടെ കയ്യിൽ കുറേ പ്രോപ്സ് ആണുള്ളത്, നല്ല റിസ്ക് പോലുള്ളൊരു സാധനം, അത് എടുത്തിട്ടാണ് അയാൾ ചെയ്യുന്നത്. അതിലുള്ള മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ഇത് വെച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഒരു പോസൊന്നും ഇല്ലാതാ. ഇപ്പോൾ നമ്പർ കൂടി 4 എണ്ണമായി, 2 എണ്ണം 4 ആക്കി എടുത്തു. അതാ പല തരത്തിൽ പല പൊസിഷനിൽ പിടിച്ചിട്ട് ഒരു ചേഞ്ചസും ഇല്ലാണ്ട് വളരെ ഈസായിട്ട് അയാൾ ഡാൻസ് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കത് കണ്ട് എൻജോയ് ചെയ്യാം. പെർഫോമൻസിനിടയിലുള്ള ഒരു ബ്രേക്കാണിത്. ആ സമയത്ത് ഒരു മ്യൂസിക് ഇട്ടപ്പോൾ ഓഡിയൻസൊക്കെ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യുന്നതാണ്. അതും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞാൻ റെക്കോർഡ് ചെയ്തു. ഇനിയും ബെല്ലി ഡാൻസൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക.
ബെല്ലി ഡാൻസ് സുന്ദരി ഒരു സോങ്ങിൻ്റെ ഡാൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ പ്രോപ്പൊക്കെ മാറ്റി പുതിയ പ്രോപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ ശരിയാക്കിയിട്ട് അടുത്ത സോങ് ആയിരിക്കാം വരികയാണ്. ഡെസേർട്ട് സഫാരിയിലെ ഡാൻസസും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് യാത്രയിലാണ്. സിറ്റി ഏകദേശം എത്തി തുടങ്ങി. ഈ ദുബായ് ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഒന്ന് എല്ലാവരും കയറി കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ഡെസേർട്ട് സഫാരി എൻ്റെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. Thanks for watching.